PYQയും അനുബന്ധ വസ്തുതകൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകം വാങ്ങി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു പുസ്തകം നോക്കിയാണ് എല്ലാവരും ഇറങ്ങുക. ഹായ്, പലവിധ കാരണങ്ങൾ കൊണ്ട് LP-UP പഠനം അല്ലേ ചെറുതായിട്ടൊന്ന് തുടങ്ങി നോക്കി, പക്ഷേ പല കാര്യങ്ങൾ കേട്ടിട്ടും പല സാഹചര്യങ്ങൾ കൊണ്ടും മടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കും നിങ്ങളിൽ വലിയൊരു ശതമാനം ആളുകളും. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയുമായിട്ടുള്ള പല പ്രശ്നങ്ങൾ, അത്തരം ചില പ്രശ്നങ്ങളെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ചില പരിഹാരങ്ങളും സംശയങ്ങൾക്കുള്ള മറുപടികളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ പലരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പഠനം അങ്ങ് വിചാരിക്കുന്ന പോലെ ആ ലെവലിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാത്തത്. ഒന്നാമത്തെ കാര്യം ഇതാണ്, എല്ലാവരുടെയും മെയിൻ പ്രശ്നം ഇതാണ്, നിലവിലുള്ള ലിസ്റ്റിൻ്റെ സ്ഥിതി അല്ലേ. നിലവിലുള്ള LPSA UPSA ലിസ്റ്റിൻ്റെ സ്ഥിതി ഇതാണ്. വന്നു, ആദ്യ റാങ്കുകാർക്ക് പോലും നിയമനം കിട്ടിയില്ലല്ലോ. ഇങ്ങനെയുള്ള ആ ഒരു സാധനമാണ് എല്ലാവരുടെയും മൈൻഡിലുള്ള ഏറ്റവും പ്രധാന നെഗറ്റീവ് ചിന്ത. ഓക്കെ, അതിനുള്ള മറുപടി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു ടൈമാണ്, ഇലക്ഷൻ ടൈമാണ്. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നിന്ന് മാക്സിമം നിയമനം നടക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ മെനക്കെടും. പ്രതിപക്ഷം അവരുടെ കൂടെ ചേർന്നുകൊണ്ട് അതിനുവേണ്ട സപ്പോർട്ട് നൽകും. സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കപ്പെടും. ഭരണപക്ഷം എന്ത് ചെയ്യും? മാക്സിമം നിയമനം നടത്തി പ്രസ്റ്റീജ് അല്ലേ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് നടക്കാനാണ് സാധ്യത? ആ രീതിയിൽ പോസിറ്റീവായ ഗുണഫലം ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അതിൻ്റെ വഴിക്ക് നടക്കും. നിങ്ങളൊരു റാങ്ക് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾ അതിനും പോവുക, പ്ലസ് പഠനവും നടത്തുക. നിങ്ങളൊരു റാങ്ക് ഹോൾഡർ അല്ല എങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യേണ്ട, നിങ്ങൾ പഠിച്ചോളുക. എങ്കിൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് PSC പരീക്ഷയിൽ നമുക്ക് മികച്ച റാങ്കോടുകൂടി ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കിയിട്ട് ജോലി നേടാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ നമ്മുടെ പഠനം അർദ്ധ മനസ്സിലാവും, പലവിധ ചിന്തകളിലാവും. നമ്മുടെ പഠനം ഉറപ്പായിട്ടും താളം തെറ്റും. നിങ്ങൾ വിചാരിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് പഠിച്ചെത്താൻ പറ്റില്ല. അതിനിടയിൽ കയറിപ്പോകുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റുക. നിങ്ങൾ ഓൾറെഡി ഉള്ള റാങ്ക് ലിസ്റ്റിലുള്ള ഒരു റാങ്ക് ഹോൾഡറും ഇനി ആ റാങ്ക് കുറച്ച് പിറകിലോട്ടാണ്, കിട്ടുമോ എന്നുള്ള സംശയമുണ്ട്. അപ്പോൾ ഇത്തവണ അടുത്ത പരീക്ഷയും എഴുതണം, മികച്ച റാങ്ക് നേടണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഓക്കെ, രണ്ടിനും പോവുക. അതിൻ്റെ കാര്യങ്ങൾ അതും നോക്കുക, ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുക. ആ റാങ്ക് ലിസ്റ്റിലെ നിങ്ങൾ ഇല്ല എങ്കിൽ അതും നോക്കി നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അടുത്ത തവണ വരുന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അങ്ങനെ നിങ്ങൾ അടുത്ത റാങ്ക് ലിസ്റ്റ് ഇല്ല എങ്കിൽ, അതായത് 2026 അവസാനം വരുന്ന ആ നോട്ടിഫിക്കേഷൻ, പിന്നെ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് 2029 അതിൻ്റെ പരീക്ഷ 31 റാങ്ക് ലിസ്റ്റ് വരിക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2031 റാങ്ക് ലിസ്റ്റ് ഉള്ളൂ. പിന്നെ അതായത് നിങ്ങൾ ഇന്ന് ശ്രമിച്ചില്ല എങ്കിൽ ഈ മാസങ്ങൾ അല്ലേ, നവംബറിൽ നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ ഡിസംബറിൽ വരും, നവംബറിൽ തന്നെ വരും. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിലുള്ള ശ്രമം നിങ്ങൾ നടത്തിയില്ല എങ്കിൽ ഇത്തവണത്തത് അന്യമാവും. പിന്നെ ഉള്ളത് 2031 സ്ഥിതി. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ ലിസ്റ്റിലുള്ള സ്ഥിതിഗതികൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ അത് പിന്നീട് മാറും. ആ സമയത്ത് നിങ്ങൾ പഠിക്കാൻ ഇറങ്ങിത്തിരിക്കും. അന്ന് മുതൽ അങ്ങോട്ടേക്ക് നിങ്ങൾ നന്നായിട്ട് പഠിക്കും. പക്ഷെ അതിനിടയിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ഓരോ ദിവസങ്ങളും നിങ്ങളെ നോക്കി പല്ലിളിച്ചുകൊണ്ടിരിക്കും. അതാണ് സംഭവിക്കുക. നിങ്ങൾ ഒരു ദിവസം പഠിക്കാതെ മാറ്റിവെച്ച് നഷ്ടപ്പെടുത്തുന്ന അന്ന് കിട്ടേണ്ടിയിരുന്ന ഒരു മാർക്ക്, അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായിട്ട് പിന്നീട് മാറാൻ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ അലട്ടാൻ പാടില്ല നിങ്ങളൊരു ഉദ്യോഗാർത്ഥി ആയിരിക്കുന്ന സമയത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, UPST 2028 10 മാസം വരെ കാലാവധി ഉണ്ട്. LPST 2028 5 മാസം വരെ കാലാവധി ഉണ്ടല്ലോ എന്നുള്ള ചിന്തയാണ് അല്ലേ. ഇതിപ്പോൾ 2026 മാർച്ച് ആയിട്ടേ ഉള്ളൂല്ലോ, 28 വരെ കാലാവധി ഉണ്ടല്ലോ. ആ ചിന്തിക്കുന്നിടത്ത് നമ്മൾ തീർന്നു. കാരണം PSC റാങ്ക് ലിസ്റ്റുകളൊക്കെ അങ്ങനെയാണ്, 3 വർഷത്തെ കാലാവധി ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് മറ്റ് ജനറൽ PSC പരീക്ഷകൾ കൂടി അങ്ങ് എഴുതുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങളതിന് പോയില്ലെങ്കിലും വേണ്ടിയില്ല, അത് കിട്ടി, അഡ്വൈസ് കിട്ടി, വേണമെങ്കിൽ കുറച്ച് കാലം പോവുക, എന്നിട്ട് ഇത് കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് വരാം. അല്ലെങ്കിൽ പോകുന്നില്ലെങ്കിലും വേണ്ടിയില്ല, നിർബന്ധമായിട്ടും അവിടെ എഴുതുക. ഓരോ പരീക്ഷകൾ എഴുതി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുക. യഥാർത്ഥ പരീക്ഷകൾ എഴുതിക്കൊണ്ട് നേടേണ്ട ഒരു കഴിവ് തന്നെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതല്ലാതെ നിങ്ങളുടെ ആദ്യത്തെ പരീക്ഷയായിട്ട് നിങ്ങൾ LPSA അല്ലെങ്കിൽ UPSA പോയിട്ട് അങ്ങ് എഴുതുമ്പോൾ ഒരു പക്ഷെ അന്ന് ഉണ്ടാവുന്ന ആ ഒരു ഫീലല്ല, അന്ന് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ലെവലല്ല നിങ്ങൾക്ക് അതിന് മുമ്പേ വേറെ കുറേ പരീക്ഷകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ കിട്ടുക. ലെവൽ വേറെ ആയിരിക്കും, ഉറപ്പായിട്ട് ഹൈ ലെവലായിരിക്കും കോൺഫിഡൻസ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കൂടും, റാങ്ക് ഉയരും, ജോലി കിട്ടാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് ഇപ്പോഴേ നന്നായിട്ട് പഠിക്കുക. ഇതിനിടയിൽ മറ്റു പരീക്ഷകൾ, ഇപ്പോൾ ജനറൽ പരീക്ഷകൾ നടക്കുന്നില്ലേ, വെബ്കോ LD നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി എഴുതുക, VFA അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി എഴുതുക, കമ്പനി ബോർഡ് LGS വരും. ഇനി അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ കൂടെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ എന്ത് വരും? LD ക്ലർക്ക് വരും, അതും അപ്ലൈ ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് ഈ യോഗ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് മാത്രമേ നോക്കൂ എന്നുള്ളതല്ല.
ഇത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പോലും, ഈ ജോലി നിങ്ങൾ നേടുമെന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ പോലും മറ്റു പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യണം. അവിടെ നിങ്ങൾക്കാവുന്ന പെർഫോമൻസ് കാഴ്ചവെക്കണം. അത് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഗുണകരമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് 2028 വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കാത്തിരുന്നാൽ അതെല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ് സംഭവം. 3 വർഷം കാലാവധി ഉള്ളത് കൊണ്ട് തന്നെ ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നവരെ കാത്തിരിക്കട്ടെ, അല്ലെങ്കിൽ എന്നിട്ടല്ലേ കിട്ടുള്ളൂ എന്നുള്ള ചിന്ത, ഈ ചിന്തയാണ് അലട്ടുക. ഇപ്പം നോക്കി തുടങ്ങിയിട്ട് എന്താ, 28 കഴിഞ്ഞ് 29 എനിക്ക് കിട്ടൂ എന്നുള്ള ചിന്തയാണ്. ഇപ്പം നിങ്ങൾ നോക്കി തുടങ്ങിയില്ലെങ്കിൽ പിന്നെ 31 നോട്ടിഫിക്കേഷൻ വന്ന് 32 പരീക്ഷ എഴുതി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ എത്ര കാലമാണ് നിങ്ങൾ പോവുക. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ലിസ്റ്റിൻ്റെ കാലാവധിയോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഈ യോഗ്യതയുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പഠിക്കുക അല്ലേ. ഇപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് ചില BEd കോളേജുകളിൽ ഓഫ്ലൈൻ സെമിനാറിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെയുള്ള പിള്ളേരുണ്ടല്ലോ, അവരിൽ പലരും എന്ത് ചെയ്യുക, കേട്ടറ്റ് നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ദെൻ അതോടൊപ്പം തന്നെ കേട്ടറ്റിനും LP-UPക്കും വേണ്ടിയിട്ട് ഇപ്പോഴേ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ കൂടെ പഠിക്കുക, BEd ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള പിള്ളേരും ഇവിടെ ഉണ്ട്. അതേസമയം എത്രയോ കാലം മുന്നേ BEd കഴിഞ്ഞിട്ടും ഇപ്പോഴും അല്ലേ, കഴിഞ്ഞ തവണയും അതിന് മുമ്പിൽ തവണയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് മാത്രം എഴുതി നോക്കിയിട്ട് കിട്ടാതെ നിൽക്കുന്ന ആളുകളും ഉണ്ട്. അപ്പം ആ ഒരു ലെവലിലേക്ക് മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്, നമുക്ക് നേടിയേ പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇപ്പോഴേ പഠിക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഇന്ന് പഠിക്കുക, ആ പഠിച്ചെടുത്ത് നിന്ന് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, ഇവിടെ നിന്നൊരു മാർക്ക് വരുമ്പോൾ ആ ഒരു മാർക്കാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അന്ന് പഠിക്കാതെ വെക്കുമ്പോൾ നിങ്ങളെ കൂടെ പഠിച്ചിരുന്ന ആളുകൾ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ചിന്ത നമുക്ക് വേണം. അവൻ ഇന്ന് പഠിക്കുന്ന സമയത്തും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ ഈ ഉഴപ്പി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന സമയത്തും അവൻ അല്ലെങ്കിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഉറപ്പായിട്ടും അയാളെൻ്റെ മുന്നിൽ കയറി പോകും എന്നുള്ള ചിന്ത നമ്മൾ അലട്ടിക്കൊണ്ടേയിരിക്കണം. എങ്കിലേ നമുക്ക് ഇങ്ങനെയുള്ളൊരു ലോങ് ടേം പഠനത്തിൽ ഇത്രയും ദൂരം ഓടിയെത്താൻ നമുക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ വഴിയിൽ തളർന്നു പോകും. ഓക്കെ, അങ്ങനെ തളർന്നു പോയവരാണ് ഇന്നും ജോലി അന്യമായി നിന്ന് നിങ്ങൾ പലയിടങ്ങളിലും കമൻറ്റ് ബോക്സിലും അവിടെ ഇവിടങ്ങളിലൊക്കെ PSC കിട്ടൂല, അതൊക്കെ വലിയ പാടാ, പിൻവാതിൽ നിയമന, കിട്ടിയാൽ തന്നെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അല്ലാത്തവർ ഇതിനിടയിൽ കൂടെ ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കി ജോലി നേടി പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സമരം ചെയ്യുന്ന ആളുകളൊക്കെ അവർ ജോലിക്കാരാവും. പിന്നെ അവരെ നിങ്ങൾ കാണുമോ? ഇല്ല. നിങ്ങൾ അവർക്ക് വേണ്ടി കരഞ്ഞിട്ട് അവസാനം നിങ്ങൾ ഇവിടെ ഇല്ലാത്ത അവസ്ഥയാവും. അതുകൊണ്ട് നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സ് ആണെങ്കിൽ അതിനുവേണ്ടി സമരം ചെയ്യാം. അല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പഠനം അതിനായിരിക്കണം പ്രയോറിറ്റി. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അതിനെ പിന്നോട്ടടുപ്പിക്കാതെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്ത് സപ്പോർട്ടും ചെയ്യാം. ഓക്കെ, യെസ്. അടുത്ത കാര്യം ഇതാണ്, എപ്പോഴായിരിക്കും പരീക്ഷ എന്നുള്ളതാണ്. പലർക്കും അങ്ങനെയാണ്, നോട്ടിഫിക്കേഷൻ വന്ന് പോരാ, പരീക്ഷയുടെ തീയതി വരട്ടെ, പോരാ, ഹോൾ ടിക്കറ്റ് വരട്ടെ, ഇങ്ങനെ കാത്ത് പോവുക. അങ്ങനെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുള്ള 15 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ 1.5 മാസം കൊണ്ടൊന്നും 2 ആഴ്ച കൊണ്ടൊന്നും ഒന്നും ആവില്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോഴേ നന്നായിട്ട് ഇറങ്ങിയിരുന്ന് പഠിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത പരീക്ഷ എപ്പോഴായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 നവംബറിൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പം ഏകദേശം ഒരു ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ ഏതെങ്കിലും മാസങ്ങളിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക. മിക്കവാറും അത് ഒരു ജൂൺ, ജൂലൈ മാസങ്ങളിലാവാനാണ് സാധ്യത ഉണ്ടാവുക 2027. ഓക്കെ, 2026 നവംബറിൽ നോട്ടിഫിക്കേഷൻ വരും. ദെൻ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, പ്രായപരിധി കൂട്ടുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ചില വാർത്തകളൊക്കെ കണ്ടല്ലോ നിങ്ങൾ, PSCയുടെ പ്രായപരിധി വർദ്ധിപ്പിച്ചു, 4 വർഷം വർദ്ധിപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. അത് നിങ്ങൾക്ക് ബാധകമാകുമോ എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന ആളുകളുണ്ട് അല്ലേ. നിങ്ങൾക്കറിയാം, ഇപ്പം തന്നെ LP-UP 40 ജനറൽ വിഭാഗത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് 43, SC 45. ഇങ്ങനെയാണ് ഓൾറെഡി പ്രായപരിധി. ഇത് 4 വർഷം കൂടെ കൂടിയാൽ എഴുതാൻ പറ്റുന്ന കുറേ പേര് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. എന്ത് തന്നെയാലും ആ കാര്യത്തിൽ തീരുമാനം വരേണ്ടതുണ്ട്. ഓൾറെഡി 40-ലാണ്, മറ്റത് 36-ന്നാണ് ഇപ്പോൾ 40-ലേക്ക് മാറ്റിയത്. മുൻകാലങ്ങളിൽ അവിടെ കൂട്ടിയപ്പോൾ ഇവിടെയും കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കൂട്ടിയ ആ ഒരു കൂട്ടൽ ഇവിടെയും കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ കാര്യങ്ങളിൽ ഈ ഒരു 1-2 ആഴ്ചകൾ കൊണ്ട് തന്നെ തീരുമാനങ്ങൾ വരും. അപ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ കാര്യം അറിയാം. എന്ത് തന്നെയാലും 40 വയസ്സ് ആയവർക്ക്, അതായത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ നവംബറിൽ വിളിക്കുന്നതുകൊണ്ട് 40 വയസ്സ് തികഞ്ഞവർക്കും, അതായത് നിങ്ങൾക്ക് ജനുവരി 1 ശേഷമാണ് 40 തികഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ജനുവരി 1 അടിസ്ഥാനമാക്കിയാണല്ലോ പ്രായം കണക്കാക്കുക. അപ്പോൾ പിന്നെ ജനുവരി 1 അല്ലേ, യെസ്. അപ്പോൾ അതിന് ശേഷമാണെങ്കിലും 40 തികഞ്ഞത് അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, 40 ആണെങ്കിൽ. ദെൻ എത്ര മാസം പഠിച്ചാൽ ആദ്യ റാങ്ക് നേടാം, ദിവസം എത്ര മണിക്കൂർ പഠിക്കണം, എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. എനിക്ക് ആകെ എത്ര സമയം കിട്ടുള്ളൂ, അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ?
അല്ലേ? ഇവിടെ ഒന്നിനും പോകാതെ കുത്തിയിരുന്ന് പഠിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി ഒരു പ്രൈവറ്റ് സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അതും കഴിഞ്ഞ് വന്നിട്ടുള്ള ബാക്കി ടൈം കൊണ്ട് പഠിച്ചാൽ എനിക്ക് കിട്ടുമോ? ദിവസം അത്ര സമയം പഠിക്കണം എന്നൊക്കെയാണ്. ഈ ഒരു LPSA UPSA നിങ്ങൾക്കറിയാലോ, സെയിം സിലബസാണ്. ആ ഒരു സിലബസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേട്ടറ്റ് സിലബസിനേക്കാളും ചെറിയൊരു സിലബസാണെന്ന് നമുക്ക് പറയാം. കാരണം പല വിഷയങ്ങളും വളരെ കുറവാണ്. സയൻസും കറണ്ട് അഫേഴ്സ്, അതിലുള്ള കറണ്ട് അഫേഴ്സ് അടക്കം 26 മാർക്കും, സോഷ്യൽ സയൻസും അതിലുള്ള കറണ്ട് അഫേഴ്സ് അടക്കം 19 മാർക്കാണ്. അപ്പം ഈ ഒരു 26 മാർക്കിൻ്റെ സിലബസിൽ സയൻസ് ഏകദേശം 5 to 10 കംപ്ലീറ്റ് SCERT ഉൾക്കൊള്ളപ്പെടുന്നുണ്ട്. പക്ഷേ ഈ 19 മാർക്ക് സോഷ്യൽ സയൻസിൽ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് നമുക്ക് ആവശ്യമില്ല. ജോഗ്രഫി, അതേപോലെ തന്നെ എക്കണോമിക്സ്, ഇതിലൊക്കെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കംപ്ലീറ്റ് സിലബസ്, ആ ഒരു സിലബസിൽ കംപ്ലീറ്റ് SCERT എവിടെയും ഹിസ്റ്ററിയിലായാലും ജോഗ്രഫിയിലായാലും എക്കണോമിക്സിലായാലും ഒന്നും നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ താരതമ്യേന ചെറിയ സിലബസാണ്. ഈ ഒരു LDCൻ്റെ ഒക്കെ സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ LDC സിലബസിൻ്റെ ഒരു 70% പോലും വരില്ല LPUPയുടെ സിലബസ്. നിങ്ങൾ രണ്ടും കൂടി നോക്കുന്ന ഒരാളാണെങ്കിൽ LDC സിലബസ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ എത്രയോ വലുതാണ്. മനസ്സിലായില്ലേ? LPUPയുടെ സിലബസ് വെറും 70% ഉണ്ടാവുള്ളൂ. LDCൻ്റെ അത്രയും ഉണ്ടാവില്ല, അതിലും കുറവാണ്. ഓക്കെ, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതൊക്കെ, സൈക്കോളജി കൂടുതലായിട്ടുണ്ട് താനും. പക്ഷേ അവിടെ സൈക്കോളജി മാത്രമേ അധികമായിട്ടുള്ളൂ. അതേസമയം LDCയിൽ എത്ര ടോപ്പിക്കുകൾ വരെ അഡീഷണൽ കിടക്കുന്നുണ്ടെന്ന് അറിയോ? നിങ്ങളുടെ GK സിലബസിൻ്റെ എത്രയോ മടങ്ങ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ സിലബസാണ് താരതമ്യേന. പക്ഷേ ഈ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തീർത്താൽ അത് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കുത്തിയിരുന്ന് പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയെന്ന് തന്നെ കരുതുക. അവിടെ നിങ്ങളോട് മത്സരിക്കാൻ ഓൾറെഡി എത്രയോ കഴിഞ്ഞ ആ ഒരു LPSA അല്ലെങ്കിൽ UPSA കയ്യെത്തും ദൂരത്തും നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർ അന്ന് മുതൽ അടുത്ത തവണ ഞാൻ മികച്ച റാങ്ക് നേടും എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് പഠിക്കുന്നവരുണ്ടാവും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരോട് കൂടിയാണ് മത്സരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സിലബസ് തീർത്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് കിട്ടണമെന്നുണ്ടോ? റിവിഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് കിട്ടണമെന്നുണ്ടോ? മോഡൽ എക്സാം മാക്സിമം എഴുതി എന്നുള്ളതുകൊണ്ട് കിട്ടണമെന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യുന്നത് ആരാണോ അവർക്കാണ് ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കാൻ പറ്റുക. ഞാൻ എപ്പോഴും പറയുന്നൊരു വാചകമാണ്, അല്ലേ? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ജനറൽ PSCക്കാരോടൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ആരും ചെയ്യാത്ത എന്തൊക്കെയോ അത്ഭുതങ്ങൾ കാണിച്ചിട്ടല്ല ഒരു 1ാം റാങ്കുകാരൻ അല്ലെങ്കിൽ 1ാം റാങ്കുകാരി ജനിക്കുന്നത്. നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ അത് ഏറ്റവും പെർഫെക്ഷനോടെ ഏറ്റവും കൂടുതൽ തവണ നന്നായിട്ട് ആവർത്തിച്ച് ചെയ്തവരാണ് ആദ്യ റാങ്കുകളിലേക്ക് പോകുന്നത്. അല്ലാതെ നിങ്ങളൊന്നും ചെയ്യാത്ത എന്തോ അത്ഭുതം കാണിച്ചിട്ടൊന്നുമല്ല. ഒരു അത്ഭുത കഴിവുള്ള, അത്ഭുത ഓർമ്മശക്തിയുള്ള, അത്ഭുത ബുദ്ധിശക്തിയുള്ള ആളൊന്നല്ല 1ാം റാങ്കുകാരൻ. നിങ്ങളൊക്കെ പോലെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ചെയ്ത അതേ കാര്യങ്ങൾ അവർ കൂടുതൽ നന്നായിട്ട്, കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി, കൂടുതൽ അർപ്പണത്തോടു കൂടി, കൂടുതൽ തവണ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ആദ്യ റാങ്കും നിങ്ങളുടെ പിറകിലോട്ടുള്ള അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന് പുറത്താവിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് നന്നായിട്ട് ചെയ്തു പോവുക എന്നുള്ളതാണ്. അടുത്ത കാര്യം ഇതാണ്, ജോലിയും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നിങ്ങളിങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മറ്റ് PSC പരീക്ഷകൾക്ക് പഠിക്കുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ ചെയ്യുന്ന ജോലിയും അവരുടെ പഠനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളിപ്പോൾ ഏതൊക്കെ സ്കൂളിൽ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യാതിരിക്കുമല്ലോ, ഗസ്റ്റായിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ പഠനവുമായിട്ട് നല്ല ബന്ധമുള്ള സാധനമാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ ഇവരെ പഠിപ്പിക്കുന്നത്. ഇനി ആ പഠിപ്പിക്കുന്നത് കൂടാതെ നിങ്ങൾ ഈ പഠിപ്പിക്കുമ്പോൾ അതിനു മുമ്പ് പഠിക്കണമല്ലോ. ആ കാര്യമല്ലേ നിങ്ങൾ ഇതിനും വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കാര്യം ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ്. ആ ഒരു പരിപാടി ഒഴിവായി കളയുക. കാരണം നിങ്ങൾ മറ്റുള്ളവരായിട്ടൊന്ന് കമ്പയർ ചെയ്തതോടുകൂടി ഈ ഒരു ചിന്തയ്ക്ക് ഒരു സ്ഥാനവും ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് സാധാരണ കൂലിപ്പണിക്ക് പോയിട്ട് LD ക്ലർക്കെല്ലാം പഠിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? മറ്റു PSC പലതും പഠിക്കുന്ന ആളുകൾ, ഡിഗ്രി ലെവൽ നോക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കുകൾ ചെയ്തിട്ട് പല വർക്കുകൾ ചെയ്തിട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു സാധനം അവർക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം നിങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇവിടെ വേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ പഠിപ്പിക്കാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നേടാൻ പറ്റും. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. പറ്റും, അത് മറ്റാരേക്കാളും നന്നായിട്ട് നിങ്ങൾക്കാണ് പറ്റുകയും ചെയ്യുക. അതിനുള്ളൊരു ടൈം കണ്ടെത്തിയാൽ മാത്രം മതി. പിന്നെ ഇപ്പോൾ ഉള്ളതിൽ അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവാൻ നിൽക്കണ്ട. അതാണ് പലർക്കും പറ്റുന്നതാ. സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അന്തരീക്ഷമായിട്ട് അങ്ങ് നന്നായിട്ട് ലയിക്കും.
ഭയങ്കര രസമായിരിക്കും. അവിടെ ഒരു കമ്പനിയായി അവിടെ ഒരു ടീമായിട്ട് അങ്ങോട്ട് സുഖമായിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ജോലിയില്ല എന്താ ഇവിടെ ഓക്കെ അല്ലേ, ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് പോകും എന്നുള്ള വിചാരമാണ്. കുറച്ച് കാലം കഴിയുമ്പോഴാണ് ആ അന്തരീക്ഷം അങ്ങോട്ട് മാറുക. അപ്പോൾ പിന്നെ ചിന്തയായി, നിങ്ങളുടെ അഭിമാനം വ്രണപ്പെട്ടു, അപ്പോൾ ഇനി ജോലി വേണം അല്ലേ. അപ്പോഴേക്കും ആ നോട്ടിഫിക്കേഷനും കഴിഞ്ഞു, അതിൻ്റെ പരീക്ഷയും കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അടുത്ത തവണ വരണം, സമയം എങ്ങനെ പോകും. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഈ കംഫർട്ട് സോൺ പൊട്ടുമ്പോൾ അല്ലെങ്കിൽ അഭിമാനം വ്രണപ്പെടുമ്പോൾ അന്ന് മാത്രം ഉയർത്തെഴുന്നേറ്റ് നോക്കിയിട്ട് കാര്യമില്ല. ആ ചിന്ത എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവണം. നമ്മൾ ഏത് കംഫർട്ട് സോണിലാണെങ്കിലും, ഇന്ന് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇതൊന്നുമില്ലാത്തൊരവസ്ഥ എനിക്ക് വരും എന്നുള്ള ഉറച്ച ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അന്നത്തേക്ക് വേണ്ടി കരുതി വെക്കാൻ അല്ലേ. അന്ന് ഞാൻ ഇങ്ങനെയൊന്നല്ല, ഇവരൊക്കെ ഈ തന്നിരിക്കുന്ന ഈ സാമ്രാജ്യത്തിൽ, ഈ സുഖ സൗകര്യത്തിൽ ഞാൻ വീണുപോയി, അതിൽ ലയിച്ച് ഞാൻ അങ്ങോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കിതൊന്നും ഇല്ലാത്തൊരവസ്ഥ വരും എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടെങ്കിലും അപ്പോഴത്തേക്ക് വേണ്ടിയിട്ടെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ബോധ്യം ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് വന്നു ചേർന്നിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്നെപ്പോലെയുള്ള ആളുകൾ പറയുന്ന അനുഭവത്തിൽ നിന്നാണ്, എൻ്റെ അനുഭവത്തിൽ നിന്നാണ്, എൻ്റെ മുന്നിലൂടെ കടന്നുപോയ സുഹൃത്തുക്കളുടെ അനുഭവത്തിൽ നിന്നാണ്, എൻ്റെ ഉദ്യോഗാർത്ഥികളുടെ അനുഭവത്തിൽ നിന്നാണ്. അവരെല്ലാവരും അനുഭവിച്ച പല കാര്യങ്ങളും ഇനി നിങ്ങൾ കൂടെ അനുഭവിച്ചറിഞ്ഞിട്ടേ ഞാൻ മാറൂ എന്ന് തീരുമാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനുവേണ്ടി സമയം മെനക്കെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇവരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് കേട്ട കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ കുറേ സമയം അങ്ങോട്ട് ലാഭിക്കാൻ പറ്റും. അത് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ മറ്റൊരു പ്രധാന ചിന്ത ഇതാണ് SCRT. പഴയതും പഠിക്കണം, പുതിയതും കൂടെ പഠിക്കണം അല്ലേ. എല്ലാം കൂടെ പഠിച്ചു മടുത്തു, എല്ലാം കൂടെ പഠിക്കണം എന്നുള്ള ചിന്തയാണ്. സംഭവം അങ്ങനെയൊന്നുമില്ല. SCRT പഴയതും പുതിയതും തമ്മിൽ പുതിയ SCRTയിൽ ഒരു 10% കണ്ടൻറ്റ് അധികം ഉണ്ടാവും. ഒരു 5 മുതൽ 10% വരെ മാത്രം കണ്ടൻറ്റ് അധികം ഉണ്ടാവും. മീൻസ് പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയതുണ്ടാവും. ഒരു 5 മുതൽ 10% കണ്ടൻറ്റ് അധികം ഉണ്ടാവും. ഇനി പഴയതെടുത്ത് നോക്കുകയാണെങ്കിലോ പുതിയതിന് വ്യത്യസ്തമായിട്ട് പഴയതിൽ മാത്രമുള്ള ഒരു 2-3% സാധനങ്ങൾ ഉണ്ടാവും. ഓക്കെ, പഴയതിലുണ്ടായിരുന്നു, പുതിയതിലില്ല, ഒഴിവാക്കപ്പെട്ടു. പക്ഷേ പഴയതില്ലാതെ പുതിയതിലേക്ക് കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ ഒരു 5 മുതൽ 10% വരെയൊക്കെ വരും. ഹയർ സെക്കൻഡറി ഇതൊക്കെ കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അല്ലാത്തതുമായിട്ട്. അപ്പം ഈ പഴയതും പുതിയതും തമ്മിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 10%-ൻ്റെ താഴെ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ SCRT നന്നായിട്ട് പഠിക്കുമ്പോൾ ആ ഒരു പഠനത്തിലൂടെ പഴയ SCRTയുടെ റിവിഷൻ എത്ര ശതമാനം, 90%-ഓളം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു 10% പുതിയ കണ്ടന്റ് ഉള്ളൂ, ബാക്കി 90% ഓൾറെഡി പഴയ SCRT പഠിച്ചവരെ സംബന്ധിച്ച് ഒരു റിവിഷൻ മാത്രമാണ്. ഓൾറെഡി പഠിച്ചതാണെങ്കിൽ അത് റിവിഷൻ പോലെ ഫീൽ ചെയ്യും. ഇനി പഠിക്കാത്തവരാണെങ്കിൽ ഇനി എന്ത് ചെയ്യുക, പുതിയ SCRT ഇങ്ങോട്ട് പഠിക്കുക, എന്നിട്ട് പിന്നെ ഒന്ന് പഴയ SCRTയിലൂടെ കടന്നു പോയാൽ മതി. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. ദെൻ ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്ത PSCയിലേക്ക് അങ്ങ് ഇറങ്ങുമ്പോൾ എവിടെ നിന്നൊക്കെയോ പഴയ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കിംവദന്തിയാണെന്ന് പറയാം. PYQയും അനുബന്ധ വസ്തുതകൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകം വാങ്ങി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു പുസ്തകം നോക്കിയാണ് എല്ലാവരും ഇറങ്ങുക. ശരിയായിരുന്നു. എപ്പോൾ 2020-21 മുമ്പ് അന്നൊക്കെ ആയിരുന്നെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇതായിരുന്നു. ഞാനും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ സ്റ്റഡി പ്ലാനിൽ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടാവുക. അന്നത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരുന്നു. കാരണം പ്രീവിയസ് ഇങ്ങനെ ആവർത്തിച്ചിങ്ങനെ വരും, പഴയ ചോദ്യങ്ങൾ തന്നെ വീണ്ടും വരും. അപ്പോൾ നമ്മൾ ആ പഴയ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും പഠിച്ചാൽ തന്നെ വലിയൊരു ശതമാനം ചോദ്യങ്ങൾ അവിടെ കവർ ചെയ്യപ്പെടുമായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ആവർത്തന ചോദ്യങ്ങൾ കുറവാണ്, PSCയുടെ രീതി മാറി, ചോദ്യ പാറ്റേണുകൾ മാറി. അപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ PYQൻ്റെ എണ്ണവും വളരെ കുറഞ്ഞു എന്നുള്ളതാണ്. PYQൻ്റെ എണ്ണം മുമ്പത്തേതിന് വ്യത്യസ്തമായിട്ട് വളരെ കുറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ ആദ്യ പഠന മെറ്റീരിയൽ ഒരിക്കലും ഒരു PYQവും അനുബന്ധ വസ്തുതകൾ അടങ്ങിയ റാങ്ക് ഫയൽ ആവണമെന്നില്ല. പണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു ഫസ്റ്റ് വേണ്ട സാധനം. പക്ഷേ ഇന്ന് അതല്ല വേണ്ടത്. ഇന്ന് നിങ്ങൾ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആ സിലബസിലെ ഓരോ ഏരിയകളും കവർ ചെയ്ത് തീർക്കുക. അതടങ്ങിയ രീതിയിലുള്ള ക്ലാസ്സുകൾ കണ്ടോ, പുസ്തകങ്ങൾ വായിച്ചോ, മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടോ നിങ്ങളത് കണ്ടു തീർക്കുക എന്നുള്ളതാണ് എന്തായാലും. ഓക്കെ, ആ രീതിയിലാണ് വേണ്ടത്. ഇത് പിന്നീടുള്ള സാധനമാണ്, ഒരു അഡീഷണൽ എന്നുള്ള സാധനമാണ് എന്ത് PYQയും അനുബന്ധ വസ്തുതകൾ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു PYQ അതിൻ്റെ അനുബന്ധ വസ്തുതയായിട്ട് 5 ഫാക്ട് കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു ചോദ്യവും പഠിക്കും, അതിൻ്റെ സംബന്ധിച്ചുള്ള ബന്ധമുള്ള ഒരു 5 ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റും ഉണ്ടാവും. ഇവിടെ ഒരു ചോദ്യത്തിലൊരു 3 ഫാക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഈ 5ഉം 8 ഫാക്റ്റ് പഠിച്ചു. ആ ടോപ്പിക് ഉണ്ടല്ലോ, ഈ ചോദ്യം ഉൾപ്പെടുന്ന ടോപ്പിക്, ആ ടോപ്പിക്കിൽ ഒരു 200-250 ഫാക്റ്റ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടാവും. പല ടോപ്പിക്കിലും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, 250 എന്ന് വിചാരിച്ചോ, 8 പോയിന്റ് പഠിച്ചുകൊണ്ട് അടുത്തൊരു പരീക്ഷയിൽ ചോദ്യം നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. മുമ്പായിരുന്നെങ്കിൽ ഈ 8 പഠിച്ചാൽ അടുത്ത ചോദ്യം കിട്ടാനുള്ള സാധ്യത 90%. കാരണം എന്താ, ഇങ്ങനെ ആവർത്തിക്കുക തന്നെയാണ് ചോദിച്ചത് തന്നെ, അപ്പോൾ ആ സാധ്യത കൂടുതലാണ്.
ഇന്ന് ആവർത്തന ചോദ്യങ്ങളുടെ എണ്ണം വളരെ 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 കുറവാണ്. ഇന്ന് ഇവിടെ 250 ഫാക്ട് പഠിക്കേണ്ടടുത്ത് അത് 250 പഠിച്ചാലാണ് ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന അടുത്തൊരു ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ 8 പോയിന്റിൽ ഒരു പോയിന്റും ഇല്ലാതെയായിരിക്കും നിങ്ങളുടെ മുന്നിൽ വരുന്ന ചോദ്യപേപ്പറിലെ ചോദ്യം ഉണ്ടാവുക. അപ്പോൾ ഈ മെനക്കെട്ട സമയം വെറുതെയായി. അതിന് പകരം ആ ടോപ്പിക് കംപ്ലീറ്റ് തീർത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഒരു മാർക്ക് ഉറപ്പിക്കാം. ഈ രീതിയിലായിരിക്കും നിങ്ങൾ ചോദ്യപേപ്പർ ചെയ്യുന്ന സമയത്ത് ഓരോ ടോപ്പിക്കിലും പോവുക. ആ ഒരു ചോദ്യം അതിൻ്റെ കൂടെ 3-4 ഫാക്ട്സും ഉണ്ടാവും. അങ്ങനെ കുറച്ച് അനുബന്ധ വസ്തുതകൾ മാത്രം പഠിച്ചു പോകുമ്പോൾ ഒരു ടോപ്പിക്കും ഫുൾ കവർ ചെയ്യുന്നില്ല, ഒരിടത്തുനിന്നും മാർക്ക് കിട്ടാത്ത അവസ്ഥയാണ്. പണ്ടായിരുന്നെങ്കിൽ എല്ലായിടത്തുനിന്നും മാർക്ക് കിട്ടുന്ന അവസ്ഥയാണ്. അതാണ് വ്യത്യാസം. അത് മനസ്സിലാക്കണേ. ഓക്കെ. ദെൻ 9ാമത്തെ പോയിന്റ്, ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് നോട്ട് എഴുതിയെടുത്തിട്ട് പിന്നെ പഠിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. കാരണം കംപ്ലീറ്റ് നോട്ട് ഇങ്ങനെ എഴുതുക, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല. പലരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ്. കാരണം ക്ലാസ് കണ്ട് കംപ്ലീറ്റ് നോട്ട് എഴുതിയിട്ട് പിന്നെ എനിക്ക് പഠിക്കാൻ സമയം കിട്ടൂല. കാരണം കംപ്ലീറ്റ് നോട്ട്, ഒരു മത്സര പരീക്ഷയ്ക്കുള്ള പഠനം എന്ന് പറയുമ്പോൾ ആ റെക്കോർഡ് ക്ലാസ് അല്ലെങ്കിൽ വീഡിയോ ക്ലാസ് കണ്ടിട്ട് അല്ലെങ്കിൽ ലൈവ് ക്ലാസ് കണ്ടിട്ട് അതിൻ്റെ നോട്ട്സ് ഇങ്ങനെ കംപ്ലീറ്റ് എഴുതിയെടുക്കുക, എന്നിട്ട് വീണ്ടും ഇരുന്ന് പഠിക്കുക. അതല്ല, അത് കാണുന്ന സമയത്ത് പഠിക്കണം. ആ പഠനം അവിടെ നടക്കണം. അതോടൊപ്പം ഷോർട്ട് നോട്ട് മാത്രമായിട്ട് എന്തെങ്കിലും കുറിച്ച് വെക്കുക. അതാണ് വേണ്ടത്. അതല്ലാതെ ക്ലാസ് കാണുന്ന സമയത്ത് ആ ക്ലാസ്സിലുള്ള മുഴുവൻ ഇങ്ങ് എഴുതിയെടുക്കട്ടെ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പഠിക്കുന്നില്ല സത്യത്തിൽ. പിന്നെ എഴുതിയെടുത്തിട്ട് വീണ്ടും പഠിക്കുക, അതായത് പുസ്തകത്തിലുള്ളത് പഠിക്കുന്ന പോലെ വീണ്ടും പഠിക്കുക. ക്ലാസ് കണ്ടുകൊണ്ട് ഒരു ഗുണമില്ലാതായി മാറും. അതുകൊണ്ട് ഒരിക്കലും കംപ്ലീറ്റ് നോട്ട് ചെയ്യുന്ന പരിപാടി ക്ലാസ്സുകളിൽ ശീലിക്കാതിരിക്കുക, അത് മാറ്റുക. പിന്നെ എല്ലാ തവണയും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഞാൻ നോക്കുന്നതാണ്, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കിട്ടാനുള്ള സാധ്യതയില്ല, നിങ്ങൾക്കും കിട്ടൂല, വെറുതെയാണ്, ഫുള്ള് പിൻവാതിലാണ്, തട്ടിപ്പാണ്, കിട്ടൂല. ഇതൊക്കെ എപ്പോഴും കേൾക്കുന്നൊരു ഡയലോഗാണ്. എല്ലാ തവണയും ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറയുന്നത് അവൻ്റെ ശ്രമം അല്ലെങ്കിൽ അവരുടെ ശ്രമം യഥാർത്ഥ ശ്രമമല്ല എന്നുള്ളതാണ്. അതിനർത്ഥം അയാൾക്ക് അർഹതയില്ല എന്നുള്ളതല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ? അതായത് ഇത് നേടാൻ, ഈ ജോലി മികച്ച റാങ്കോടെ നേടാൻ ആ ഒരു അർഹതയിലേക്ക് അയാൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ലെവലിലേക്ക് അയാൾ എത്തിയിട്ടില്ല എന്നുള്ള, അതുകൊണ്ട് അയാൾക്ക് കിട്ടാനുള്ള അർഹതയില്ല. പക്ഷെ അത് എത്താനുള്ള അർഹത അയാൾക്കുണ്ട്, കിട്ടാനുള്ള അർഹതയുണ്ട്. പക്ഷെ അയാൾ എത്തിയില്ല, മടി കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിച്ച് കണ്ടതുകൊണ്ടായിരിക്കാം. എന്തുകൊണ്ടോ ആ ലെവലിലേക്ക് അയാൾ എത്തിയിട്ടില്ല എന്നുള്ള. അപ്പോൾ ഒരു തവണ കിട്ടിയില്ല, 2 തവണ കിട്ടിയില്ല, 3 തവണ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് അർത്ഥം നിങ്ങൾക്കത് നേടാനുള്ള കഴിവില്ല, അർഹതയില്ല എന്നുള്ളതല്ല. നിങ്ങൾക്കത് ലഭിക്കാനുള്ള ആ ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. ആ ലെവലിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ കണ്ടിന്യൂസ് പഠനം ആവശ്യമാണ്. അല്ലെങ്കിൽ 1ാമത്തെ തവണ ശ്രമിച്ച സമയത്ത് അപ്പോൾ കിട്ടിയില്ല എങ്കിൽ അതിൻ്റെ തുടർച്ചയായി അടുത്ത തവണ ഞാൻ നേടും എന്ന ഉറപ്പോടുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ 2ാമത്തെ തവണ കിട്ടിയേനെ. അവിടെ എന്താണ്, 1ാമത്തെ തവണ എങ്ങനെയാണോ ഇറങ്ങിത്തിരിച്ച് അതേപോലെ തന്നെയാണ് നിർത്തി വെച്ചിട്ട് 2ാമത്തെ തവണയും ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. വീണ്ടും നിർത്തി 3ാമത്തെ തവണയും പരീക്ഷ വരുമ്പോൾ ഇറങ്ങിത്തിരിച്ചു. ഇങ്ങനെ എത്ര കാലം ഇറങ്ങിത്തിരിച്ചാലും ഒരുപക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ തിരിച്ചറിവ് വേണം. ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കാലഘട്ടം മുഴുവൻ കണ്ടിന്യൂസ് പഠനം. ഇവിടെ നിന്ന് തുടങ്ങുന്നു, ലക്ഷ്യത്തിലെത്തുന്നു. ഇതിനിടയിൽ പല സംഭവങ്ങളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും, പല കാര്യങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കാൻ വരും. പക്ഷെ അതിലേക്ക് ഒന്നും പോകാതെ നേരെ അങ്ങോട്ട് പോവുക ലക്ഷ്യത്തിലേക്ക്. അപ്പോൾ ഈ ഒരു നീണ്ട കാലഘട്ടം പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പലയിടത്തു നിന്നും വിളികളും തിരിച്ചുവിളികളും കൂവലുകളും ഒക്കെ വരും. അതിലൊന്നും മനമെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. ഇവിടെ എത്തുന്നത് വരെ ഇതൊക്കെ വെറും ജൽപ്പനങ്ങളായി മാത്രം ഇട്ടേക്കണം. പല പ്രശ്നങ്ങൾ വരും, പരിഹാസങ്ങൾ വരും, കുത്തുവാക്കുകൾ വരും, അല്ലേ, പലതും വരും. എത്ര കൊല്ലായി നോക്കുന്നു, നിനക്ക് കിട്ടിയില്ലേ, നീ വീട് ജോലിയായില്ലേ, മറ്റവും കയറിയല്ലോ, മറിച്ചവും കയറിയല്ലോ, നീ എന്താ ഇങ്ങനെ, പല സാധനങ്ങളുണ്ടാവും, അല്ലേ. അല്ലെങ്കിൽ ബാക്കിൽ അപ്പുറം സ്ഥലമില്ലേ, കുറച്ച് സ്ഥലമൊക്കെ വിറ്റിട്ട് എവിടെയും പോയി ചേരാൻ പറ, ചേർക്കാൻ പറ അച്ഛനോട്, പിന്നെ പല ഡയലോഗും നിങ്ങളോട് പറയും. ഒന്നും മൈൻഡ് ചെയ്യേണ്ട, മുന്നോട്ട് പോയിക്കോളാം. ഉറപ്പായിട്ട് ഈ അവസാനം വരെ നിങ്ങൾക്ക് അടിച്ചു പിടിച്ച് മുന്നേറാൻ പറ്റിക്കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും. ഈ വിജയിക്കാത്ത ആളുകളൊക്കെ ഈ വഴിയിൽ ഇങ്ങനെ പോകുന്ന ആളുകളാണ്. അത് മനസ്സിലാക്കുക. അല്ലാതെ ഇവിടെ എത്താൻ കഴിവില്ലാത്തവരല്ല ഇവരാരും. നിങ്ങൾ ഈ യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ BEd അല്ലെങ്കിൽ DTC ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ടെറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ, അത് നേടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതും മികച്ച റാങ്കോടെ കരസ്ഥമാക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട്. പിന്നെ അതിനിടയിൽ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അതിൽ വീണു പോവാതിരിക്കുന്നതിലാണ് യഥാർത്ഥ വസ്തുത. അപ്പോൾ അതിന് വെട്ടം വരെ എത്തുന്നവരെ ഒന്നിനെയും മൈൻഡ് ചെയ്യരുത്. എന്ത് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ നിശബ്ദത പാലിക്കുക. നിശബ്ദത എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഗംഭീരായുധമാണ്. ഒരാൾ എന്തെങ്കിലും പറഞ്ഞ് ക്രൂശിക്കുമ്പോൾ നിങ്ങൾ അതിന് തക്ക മറുപടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. സമാധാനം, അല്ലേ, എന്തൊരു സമാധാനം മനസ്സിന്. പറഞ്ഞതിന് അതേപോലെ ഒരു മറുപടി അങ്ങോട്ട്, 2 മറുപടി അങ്ങോട്ട് പറഞ്ഞപ്പോൾ നല്ല സമാധാനമായി മനസ്സിന്, നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങും. പക്ഷേ
നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങുന്നേ ഉള്ളൂ, പക്ഷെ അയാളുണ്ടല്ലോ, അയാൾ സുഖമായിട്ട് ഉറങ്ങാതിരിക്കണമെങ്കിൽ നിങ്ങളോട് ഒരു കുത്തുവാക്ക് പറഞ്ഞ അയാൾ ഉറങ്ങാതിരിക്കണമെങ്കിൽ, ഇന്ന് അയാളും പോയി ഉറങ്ങും, പക്ഷേ അയാൾ ഉറങ്ങാതിരിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ മറുപടി കൊടുക്കരുത്. നിങ്ങൾ മറുപടി കൊടുക്കുന്നതിലൂടെ നിങ്ങൾ എന്താണ്, നിങ്ങൾ എത്രത്തോളം പറയും, നിങ്ങൾ എത്രത്തോളം ചെയ്യും, നിങ്ങൾ ഇത്രത്തോളം ഉള്ളൂ എന്നുള്ള കാര്യം അയാൾ വിലയിരുത്തുന്നു. നിങ്ങൾ അവിടെ ഒരു മൗനം അങ്ങോട്ട് പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ പേടിക്കും, എന്തായിരിക്കും ഇവൻ്റെ മറുപടി, ഇവനെന്തോ കണക്കാക്കിയിട്ടുണ്ടല്ലോ, ഇവളെന്താ അതിന് മറുപടി പറയാത്ത എന്നോട്, ഞാൻ സാധാരണ ഇങ്ങനെ മറ്റുള്ളവരിങ്ങനെ പ്രകോപിപ്പിക്കുമ്പോൾ എനിക്ക് മറുപടി കിട്ടലുണ്ടല്ലോ, അത് കേൾക്കാൻ ഒരു സുഖമായിരിക്കും അവർക്ക്, അത് അവരെ ബാധിക്കുകയില്ല, അതവർക്ക് രസം, അത് കേട്ട് തയമ്പിച്ചവരായിരിക്കും അവർക്ക് അത് കേട്ടോടുകൂടി അവർക്ക് സമാധാനം, അവർ സുഖമായിട്ട് ഉറങ്ങും. പക്ഷേ ഒരു മറുപടി കിട്ടിയില്ല എങ്കിൽ അവർ ഉറങ്ങില്ല, കാരണം അവർക്ക് പേടി വരും, മറുപടി പറഞ്ഞില്ലല്ലോ, അപ്പം എന്തോ വലുതവൻ കണക്കാക്കിയിട്ടുണ്ടല്ലോ, എന്തോ വലിയ മറുപടി എനിക്ക് വരാനിരിക്കുകയാണല്ലോ, ആ ചിന്ത അവരെ അലട്ടും. അത് ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കെതിരെ വരുന്ന ഓരോ പരിഹാസങ്ങളെയും ഒരു നിശബ്ദതയോടെ കണ്ടുവച്ചിട്ട് പിന്നീട് അതിന് മറുപടി നൽകാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുമ്പോൾ ആ മാറ്റിവെച്ച കാലം അത്രയും അവർ ടെൻഷൻ അടിക്കും. ആ മറുപടി നിങ്ങൾ കൊടുക്കുന്ന ദിവസം അവർ തീരുകയും ചെയ്യും. ആ രീതിയിലാണ് മറുപടി. കാരണം നിങ്ങളുടെ വിജയമാണല്ലോ നിങ്ങൾ കൊടുക്കുന്ന മറുപടി. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അടി അതാണ്. ആ അടി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ മറുപടി അതാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ അതിനിടയിൽ വന്നാലും അവിടെയൊക്കെ നിശബ്ദമായിട്ട് നിന്നോളുക. മറുപടി പറഞ്ഞ് നിങ്ങളുടെ ഊർജ്ജം വേസ്റ്റ് ചെയ്യേണ്ട, സമയം വേസ്റ്റ് ചെയ്യേണ്ട. കൃത്യമായ മറുപടി നമ്മൾ നേടിയിട്ട് കൊടുക്കും. അത് നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അത്രയും ഡെവലപ്ഡ് ആണ്. ഏതൊരാൾ എന്ത് പറഞ്ഞാലും ഏത് മാളത്ത് പോയി വിളിച്ചാലും നിങ്ങളുടെ വിജയം അവരെ തേടി ആ മാളത്തിലെത്തിക്കോളും. ഇന്ന് അത്രയും റീച്ചുള്ളൊരു സാധനമാണിത്. അപ്പം നിങ്ങളത് നേടിക്കഴിഞ്ഞാൽ ആ വാർത്തകൾ അവരെ മുന്നിലെത്തും. അവർ എന്താ പറയുക, കിട്ട പോലെയാവും. എന്താ പറയുക, ഒരു ഡയലോഗില്ലേ, എന്താ പറയുക, അണ്ണാക്ക് കൊടുക്കാനൊക്കെ പറയില്ലേ, അന്നനാളത്ത് കൊടുക്കുക, അണ്ണാക്ക് കൊടുക്കാനൊക്കെ പറയും. ആ ഒരു അവസ്ഥയിലേക്ക് മാറും. ഓക്കെ, യെസ്. ലാസ്റ്റ്, ഓൺലൈൻ പഠിച്ചാൽ കിട്ടുമോ? ഇന്ന് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. ഓൺലൈൻ പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള സംശയം ഇന്നും പലരും ചോദിക്കുന്നുണ്ട്, അല്ലേ? ഈ കാലഘട്ടത്തിൽ ടെക്നോളജി ഇത്രയും ഡെവലപ്ഡ് ആയ കാലഘട്ടത്തിൽ ഓൺലൈനിലൊക്കെ പോയി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള ചോദ്യം, അതിന് ഞാനിപ്പോൾ വിശദമായ മറുപടി ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്തും, അല്ലേ, ആ ഒരു കാലഘട്ടത്തിൽ നേടിയവരുടെ ആ ഒരു എണ്ണം എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നേടിയവർ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇന്ന് ഓഫ്ലൈനായാലും ഓൺലൈനായാലും എന്തിനായാലും രണ്ടിൻ്റെയും ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. എന്ത് തന്നെയായാലും നിങ്ങൾ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം. അത് ഓൺലൈനിലാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ആ ഒരു പഠനത്തിന് ഓഫ്ലൈൻ ഉള്ളതിനേക്കാളും ഇഷ്ടംപോലെ സപ്പോർട്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും, അത് എന്താണ്, ഒരു മെറ്റീരിയൽ എന്നതിലുപരി ടീച്ചേഴ്സ് എന്നതിലുപരി പല ഘടകങ്ങളാണ്. അത്രയും വികസിക്കപ്പെട്ടൊരു മേഖലയാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ എന്താണ്, AI സപ്പോർട്ടോട് കൂടിയൊക്കെയാണ് ഇപ്പോൾ പഠനങ്ങൾ പോലും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് മാറിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഇന്നുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ഓൺലൈൻ പഠനം എന്നുള്ളത് ഇന്ന് ജോലി നേടാൻ പര്യാപ്തമായ ലെവലിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഓഫ്ലൈനെ മോശമാക്കി കാണുന്നതല്ല, രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സംശയമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു സംശയമേ വേണ്ട. ഓൺലൈൻ പഠിച്ച് ആദ്യ റാങ്കുകൾ നേടിയവരാണ് ഈ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലുള്ളത്. ഭൂരിഭാഗം എന്നല്ല, മുഴുവൻ ആളുകളും എവിടെയെങ്കിലുമൊക്കെ ഓൺലൈനിൽ പഠിച്ചവരാണ്. നിങ്ങൾക്ക് നമ്മുടെ റിസൾട്ടുകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. റാങ്ക് ഹോൾഡേഴ്സ് വീഡിയോ, അല്ലേ, അവരുടെ ഒരു വിജയകഥകൾ പറയുന്ന വീഡിയോകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ എല്ലാ സപ്പോർട്ടുമായിട്ട് നമ്മളൊക്കെ നിങ്ങളെ കൂടെയുണ്ട്. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. പഠനം തുടങ്ങാത്തവർ തുടങ്ങിക്കോളുക. തുടങ്ങി എന്തെങ്കിലും വിഷയങ്ങൾ വന്നിട്ട് പാതി വഴിയിൽ നിന്ന് പോയവരാണ് നിങ്ങളെങ്കിൽ വീണ്ടും തുടങ്ങുക. ഇനി തുടങ്ങുന്ന സമയത്ത് തലേന്ന് വരെ എന്തുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. നാളെയാണ് തുടങ്ങുന്നതെങ്കിൽ നാളെ മുതൽ അങ്ങോട്ടേക്ക് പഠിക്കാനുള്ളത് പഠിച്ചോളുക. അത് ബാക്കിയുള്ളതൊക്കെ അവിടെ കിടക്കട്ടെ, അതൊക്കെ പഠിച്ചു തീർക്കാൻ നമുക്ക് പിന്നീട് പറ്റും. നിങ്ങൾ ട്രാക്കിലായി കഴിഞ്ഞാൽ പിന്നെ സ്മൂത്തായി റൺ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ആ ട്രാക്കിൽ വീഴാനാണ് പ്രശ്നം. തുടക്കത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. തീരുന്നില്ല, ആദ്യത്തെ തീർന്നില്ല, രണ്ടാമത്തെ ദിവസം തീർന്നില്ല, മൂന്നാമത്തെ ദിവസം തീർന്നില്ല, നാലാമത്തെ ദിവസം തീർന്നില്ല. പക്ഷേ 4ാമത്തെ ദിവസം വരെ ഉള്ളതും പഠിച്ച് തീരാഞ്ഞിട്ടും 5ാമത്തെ ദിവസം പഠിക്കാൻ നോക്കുന്നവനുള്ളതാണ് വിജയം. ആ 4 ദിവസവും പിന്നെ തീർക്കാനുള്ള ബോധ്യം അവനുണ്ട്. 5ാം ദിവസം പഠിച്ച് അത് തീർക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ 6ാം ദിവസവും നിങ്ങൾക്ക് തീർക്കാൻ പറ്റും, 7ാം ദിവസവും നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. 7ാം ദിവസം നിങ്ങൾ തീർത്തിട്ട് നിങ്ങൾക്ക് അന്ന് സമയം, നിങ്ങൾ സാധാരണ പഠിക്കുന്ന മണിക്കൂറുകൾ ഉണ്ടാവുമല്ലോ, ഒരു കണക്കുണ്ടാവുമല്ലോ, ആ കണക്കിൽ നിങ്ങൾക്ക് പഠിച്ച് തീർത്തിട്ട് സമയം ഒരു 15 മിനിറ്റേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ 7ാമത്തെ ദിവസം. പക്ഷേ 8ാം ദിവസം നിങ്ങൾക്ക് അത് അരമണിക്കൂറായിട്ട് കൂടും.
10, 15, 20 ദിവസമൊക്കെ ആകുമ്പോൾ ആ സമയമുണ്ടല്ലോ പഠിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന ബാക്കി സമയം അത് കൂടി വരും. അരമണിക്കൂറും 1 മണിക്കൂറും 1.5 മണിക്കൂറൊക്കെ ആയിട്ട് അത് അങ്ങോട്ട് കൂടും. അതായത് ഒരേ അളവിലുള്ള സമയം എടുത്താണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും നിങ്ങൾ ട്രാക്കിലായി കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ വന്നാൽ ഈ ഒരു പഠനം യഥാർത്ഥ PSC ആസ്പിരൻ്റായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലെവലിൽ സമയം അവശേഷിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പെൻഡിങ് തീർക്കാനും പറ്റും. അതുകൊണ്ട് പെൻഡിങ് എനിക്ക് ഇത്രയുണ്ട്, ഇത്രത്തോളം ഞാൻ പെൻഡിങ് ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നുള്ളത് ഒന്നും ചിന്തിക്കണ്ട. ഇനി അങ്ങോട്ട് പഠനം ആരംഭിക്കുക. നാളെ മുതൽ എന്താണോ പഠിക്കാനുള്ളത് അത് പഠിച്ചു പോവുക. അത് നിങ്ങൾ എവിടെയെങ്കിലും നിന്ന് പോയതാണെങ്കിൽ, അതായത് ഞാൻ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെയൊക്കെ കോഴ്സുകൾ എടുത്ത് പഠിക്കുന്നവരിലും ആ രീതിയിൽ പെൻഡിങ് വന്ന് നിന്ന് പോകുന്നവരുണ്ട്. ഒരു എന്താണ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി ആകെ അങ്ങ് ഡൗൺ ആവും, പിന്നെ അവിടെ കിടക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുക, വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്യാണം, അതിന് പോയി പിന്നെ ആ ഒരു കുറച്ച് ദിവസം അങ്ങനെ പോയി ആ ഒരു ഗ്യാപ്പ് വന്നു, പിന്നെ ആൾ വിട്ട്. പിന്നെ ഒന്ന് തിരിച്ച് വരണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് കിട്ടിയ വാർത്ത വേണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വഴിയിൽ നിന്ന് ഇൻസൾട്ട് ചെയ്യണം അല്ലേ? എന്നാലൊക്കെ പിന്നെ തിരിച്ചു വരാനുള്ള മൈൻഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാലഘട്ടം, ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ഇത്രയും കാലം പഠിച്ചത് ഒന്നും അല്ലാതാക്കി മാറ്റും. നിങ്ങൾ വീണ്ടും ബിഗ് സീറോ ആയിട്ട് അവിടെ നിന്ന് തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ പോയി കഴിയുന്നവർക്കൊക്കെ വിജയിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ അവരൊക്കെ മികച്ച റാങ്ക് നേടി ജോലി നേടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ നിങ്ങളെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പലയിടങ്ങളിലായിട്ട് പല സ്കൂളുകളിലായിട്ട് നിങ്ങളെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നാളെ നിങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ പോകുന്നതും. അതുകൊണ്ട് നാളെ നിങ്ങളെ മക്കളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങളെ കൂടെ പഠിച്ച ആ ഒരു കുട്ടി അവൻ്റെ ക്ലാസ് ടീച്ചറായിട്ട് വരുന്നൊരു സന്ദർഭം നിങ്ങൾക്ക് ഉണ്ടാവാതെ നോക്കിക്കോ. ഓക്കെ, ബൈ.